വിശദമായ വാർത്തയിലേക്ക്. എറണാകുളം കറുകുറ്റിയിൽ 6 മാസം പ്രായമായ കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. കുഞ്ഞിന്റെ കഴുത്തിൽ മുറിവേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട്. ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയമാണ് മരിച്ചത്. കുട്ടിയുടെ മുത്തശ്ശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കരച്ചിൽ കേട്ട് ഓടി വന്നപ്പോൾ മുറിവേറ്റ കുഞ്ഞുമായി അച്ഛൻ വീടിന് മുറ്റത്ത് നിൽക്കുകയായിരുന്നുവെന്നും ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും അയൽവാസി മണി പറഞ്ഞു. ഇവിടെ ഭയങ്കര സൗണ്ട് നൊളി കേട്ട് ഓടി വന്നത്. ഇവിടെ വരുമ്പോൾ കൊച്ചിൻ്റെ അച്ഛനെ ഇവിടെ മുറ്റത്ത് കൊച്ചിനെ വെച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കര ചോര ഒലിച്ച് കണ്ട്. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോയി. ഞാൻ പിന്നെ എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. ഒരു അബദ്ധം മനസ്സിലായപ്പോൾ നേരെ വണ്ടി എടുത്ത് പെട്ടെന്ന് വണ്ടി കൊണ്ടുപോയി ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതേസമയം ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന അമ്മൂമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തി അമ്മ അടുക്കളയിൽ പോയ സമയത്തായിരുന്നു സംഭവമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ KP അയ്യപ്പൻ പറഞ്ഞു. തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നുവെന്നും അയ്യപ്പൻ പറഞ്ഞു. ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ സംഭവം നടന്നതെന്നാണ് കുട്ടിയുടെ അമ്മയിൽ നിന്നും ഞാൻ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കുട്ടിയുടെ അമ്മൂമ്മയുടെ അടുത്ത് കുട്ടീനെ കിടത്തിക്കൊണ്ട് അടുക്കളയിൽ കഞ്ഞിയെടുക്കാൻ വേണ്ടി അമ്മൂമ്മ ആവശ്യപ്പെട്ട പ്രകാരം കഞ്ഞിയെടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ കഞ്ഞിയെടുത്ത് തിരിച്ചു വന്ന സമയത്ത് കുട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ കുട്ടിയെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോൾ ഇവർ എന്തോ കടിച്ചു എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞത്. അതിനുശേഷം ഓക്സിജൻ കൊടുക്കാനൊക്കെ തല കഴുത്ത് ഉയർത്തിയപ്പോൾ കഴുത്തിൽ ഡീപ്പായിട്ടുള്ള ആഴ്ന്ന ഒരു മുറിവുണ്ടായിരുന്നു. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് സൈഫുനിസയും അങ്കമാലിയിലെ ആശുപത്രിയിൽ നിന്നും അനൽക്കയും ചേരുകയാണ്. ആദ്യം സൈഫുനിസയിലേക്ക്. സൈഫുനിസ, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ? അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ കുട്ടിയുടെ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ എത്തിയിരുന്നു. 2 വാഹനങ്ങളിലായാണ് പോലീസ് എത്തിയത്. ഈ കരിമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. കറുകുറ്റിയിൽ ഈ പറയുന്ന ആശുപത്രി, കുഞ്ഞിനെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഈ വീടുള്ളത്. ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ കുട്ടിയുടെ ഈ ഡെൽന മറിയത്തിന്റെ അച്ഛനും അമ്മയും അച്ഛന്റെ അമ്മയുമാണ് താമസമുള്ളത്. ഇവർക്ക് ഈ 2 കുട്ടികളാണ് ഉള്ളത്. മൂത്ത കുട്ടി ഒരു മകനാണ്. മകന് 3 വയസ്സാണുള്ളത്. ഇളയ കുട്ടിയാണ് ഈ ഇന്ന് മരിച്ച കൊല്ലപ്പെട്ട ഡെൽന. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ വീട്ടിൽ നിന്ന് വലിയ രീതിയിൽ നിലവിളി കേട്ടത്. വലിയ കരച്ചിലാണ് കേട്ടത്. തൊട്ടടുത്തുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകൻ കൂടിയായ മണി എന്ന് പറയുന്ന സമീപവാസി ഈ വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ മുറ്റത്ത് കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛൻ നിൽക്കുകയായിരുന്നു. രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഇദ്ദേഹം ഉടൻ തന്നെ വീട്ടിൽ നിന്ന് കാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറക്കി ഇവരെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ആശുപത്രിയിലെത്തിയ ഉടനെ CPR കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ അടക്കം നടത്തിയിരുന്നു. പിന്നീട് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിലേക്ക് 2 വാഹനത്തിലായി പോലീസ് വരികയും അപ്പം തന്നെ അമ്മുമ്മ റോസിനെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തത്. ഇവരെയും സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് ഈ വീട്ടിലുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അച്ഛനും മാത്രമാണ് ഉള്ളത്. കൃത്യമായ വിവരങ്ങൾ ഇദ്ദേഹത്തിനും അറിയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഈ കുട്ടിയുടെ അമ്മൂമ്മയുടെ കൂടെയാണ് കുട്ടി ഉണ്ടായിരുന്നതെന്ന് മാത്രമാണ് ഇവർക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും വീട്ടിലേക്ക് ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരിവിടെ റിബൺ വെച്ച് തിരിച്ചിരിക്കുകയാണ്. ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിനായിട്ട് ഇവിടെ നിർത്തിയിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും പോലീസ് ഇവിടെ എത്തി അമ്മൂമ്മയെ കൊണ്ടുപോയിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം വന്നാലേ അകത്ത് കയറി ഇനി എന്തെങ്കിലും ആയുധങ്ങൾ കണ്ടെത്താനുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയടക്കമുള്ള കാര്യങ്ങളെല്ലാം ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലേ സാധ്യമാവുകയുള്ളൂ. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. ശരി സൈഫുനിസ, ഇപ്പോൾ അനൽക്ക കൂടി ചേരുകയാണ് ആശുപത്രിയിൽ നിന്ന്. അനൽക്ക, അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിശദാംശം? രുചീഷ്, അല്പനേരം മുമ്പാണ് അങ്കമാലി പോലീസ് ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചിട്ടുള്ള ഈ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കളമശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷം തന്നെ ഈ കറുകുറ്റി പഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവരുമായൊക്കെ
സംസാരിച്ചിരുന്നു. ഈ സംസാരിച്ച സമയത്ത് മറ്റ് കുടുംബ പ്രശ്നങ്ങളോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും ഇവർക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവരെല്ലാം നേരത്തെ സേഫ് ന്യൂസൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടിയുടെ അമ്മൂമ്മ ഈ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ സംസാരത്തിലൊക്കെ തന്നെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇവരോട് സംസാരിച്ച സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ അങ്കമാലി പോലീസ് ഈ കുട്ടിയെ പ്രവേശിപ്പിച്ച ഹോസ്പിറ്റലിലേക്ക് എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കളമശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് എന്താണ് മരണകാരണം അല്ലെങ്കിൽ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ കുട്ടിയുടെ കഴുത്തിലാണ്, അതായത് കഴുത്തിന് ചുറ്റുമാണ് ഇത്തരത്തിൽ മുറിവ് പറ്റിയിട്ടുള്ളത്. അതായത് കുട്ടിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ശേഷം കുട്ടിക്ക് CPR നൽകുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കഴുത്ത് പരിശോധിച്ച ഡോക്ടറാണ് ഇത്തരത്തിൽ കുട്ടിയുടെ മുറിവ് കഴുത്തിൽ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ആശുപത്രി അധികൃതർ അങ്കമാലി പോലീസിന് ഇത്തരത്തിൽ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നതും പിന്നീട് മുത്തശ്ശിയെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നതും. അതിനുശേഷമാണ് മുത്തശ്ശി കുട്ടിക്ക് പരിക്ക് പറ്റിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ചോരയിൽ കുളിച്ചു കിടന്ന ആ സമയത്താണ് കുട്ടിയുടെ മുത്തശ്ശി അമിതമായി ഇത്തരത്തിൽ സ്ഥിരമായി കഴിക്കുന്ന ഡിപ്രഷന് കഴിക്കുന്ന മരുന്ന് അമിതമായ അളവിൽ കഴിക്കുന്നു, അബോധാവസ്ഥയിലാകുന്നു. അതിനുശേഷം അങ്കമാലിയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അമ്മൂമ്മയെ പ്രവേശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അമ്മൂമ്മയെ ആ സമയത്ത് പോലീസുകാർ സംസാരിച്ചെങ്കിൽ പോലും വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമല്ല അമ്മൂമ്മ തന്നിട്ടുള്ളത്. അതായത് കത്തി ഉൾപ്പെടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി ആശുപത്രിയിലേക്ക് പോകും. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും എറണാകുളം കറുകുറ്റിയിലാണ് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും അമ്മൂമ്മ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അമ്മൂമ്മ മാനസികാസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ